ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? സന്തോഷമാണല്ലേ? എല്ലാവരുടെ മുഖം എന്ത് നന്നായിട്ട് ചിരിച്ചായിരിക്കുന്നത്. എല്ലാവരും നല്ല മിടുക്കരായിട്ട് സന്തോഷത്തോടെ നമ്മുടെ വേദപാഠ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഈ ഒരാഴ്ച മുഴുവൻ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് ആദ്യം തന്നെ ഒന്ന് പ്രാർത്ഥിക്കാമല്ലേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നിന്നേ. കാരുണ്യവാനായ നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഇന്നൊരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഒരാഴ്ചക്കാലം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ സമയങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ ബുദ്ധിയിൽ ആഴത്തിൽ ഉറപ്പിക്കണമേ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈശോയെ, ലോകം മുഴുവനെയും അങ്ങയുടെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകം മുഴുവനെയും അങ്ങ് പൊതിഞ്ഞു സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മയുടെ തിരുക്കുമാരനോട് ഈ സമയങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ. നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നത്? 14 അല്ലേ? ഏതായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? സഭ സാർവത്രികമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? ആരെങ്കിലും വായിച്ചു നോക്കിയോ? മിടുക്കര് വായിച്ചു നോക്കിയവരുണ്ടല്ലേ. അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നോക്കിയായിരുന്നു? രണ്ടും നോട്ടിലോട്ട് എഴുതിയോ? അതൊന്ന് പഠിച്ചു അല്ലേ? മിടുക്കരാണ്. പക്ഷെ എഴുതാത്തവരും ഉണ്ടല്ലേ. എഴുതണം. ഇന്ന് തന്നെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാഗം മുഴുവനും നോട്ടിലേക്ക് എഴുതണം. എന്നിട്ട് നമ്മുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ടീച്ചറിന് എന്ത് സന്തോഷമാവും എന്നറിയാവോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം. മാത്രമല്ല നമ്മളെക്കുറിച്ച് എന്തൊരു മതിപ്പുണ്ടാവും എന്നറിയാവോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ മിടുക്കരാണെന്ന് സിസ്റ്ററിന് അറിയാം, അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും അറിയാം. പക്ഷെ ചെറിയൊരു മടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല മിടുക്കരായിട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. നമ്മൾ ഇതിനകത്ത് ആദ്യം ഒരു വചനഭാഗം വായിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണും. അപ്പോൾ വചനം ആദ്യം ശ്രദ്ധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ വീഡിയോ കാണുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന് ബൈബിൾ എടുത്തേ എല്ലാവരും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 21 3 മുതലുള്ള വചനങ്ങൾ. ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് കർത്താവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. ഉടനെ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരയ്ക്കു കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? ഈശോ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണല്ലേ. ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചോ അവർക്ക്? ഇല്ല. ഈശോയാണ് അതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ ഈശോ എന്ത് ചെയ്തു? ഈശോയ്ക്ക് അറിയാം. ഈശോയെ ഒരുപക്ഷെ കൂടെ നടന്നിട്ട് ഈശോ എന്ത് ചെയ്യുന്നോ ഒന്നും അറിയത്തില്ലാതെ വന്നപ്പം ജീവിക്കാൻ വേണ്ടി പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാരെന്ത് ചെയ്തു? ഞങ്ങളും വരികയാണെന്ന് പറഞ്ഞു പോയി. ഈശോയ്ക്ക് അതറിയാം. ഈ ശിഷ്യന്മാർ കടലിൽ വലയെറിഞ്ഞ് മീനൊന്നും കിട്ടാതെ തളർന്നു നിൽക്കുകയാണെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ അവരുടെ അടുക്കിലേക്ക് വരികയാണ് ചെയ്തതല്ലേ. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം സിസ്റ്റർ ഈ വീഡിയോയെക്കുറിച്ച്, ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ഒന്ന് കണ്ടു നോക്കിക്കേ. അതിനുശേഷം തിബരിയാസ് തടാകത്തിന്റെ തീരത്ത് വെച്ച് യേശു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി. അതിപ്രകാരമായിരുന്നു. ശീമോൻ പത്രോസും
ദിദിമോസ് എന്നു പേരുള്ള തോമസും ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥനയേലും സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ശീമോൻ പത്രോസ് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് കൂടെയുള്ളവരും പറഞ്ഞു. അങ്ങനെ അവർ വള്ളത്തിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നാൽ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഉഷസ്സായപ്പോൾ യേശു തടാകതീരത്ത് നിന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, മീനൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. വള്ളത്തിന്റെ വലത്തുഭാഗത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അപ്പോൾ അവർക്ക് വല വലിച്ചു കയറ്റാൻ പോലും കഴിയാത്തത്ര മീൻ ലഭിച്ചു. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് കർത്താവാകുന്നു എന്ന് കേട്ട ഉടനെ ശീമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതിനാൽ പുറം വസ്ത്രം അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി. മറ്റേ ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് വള്ളത്തിൽ പിന്നാലെ ചെന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 90 മീറ്റർ ദൂരത്തിലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവിടെ തീക്കനലുകൾ കൂട്ടി അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച കുറെ മീൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് വള്ളത്തിൽ കയറി വല കരയ്ക്ക് വലിച്ചു കയറ്റി. 153 വലിയ മീൻ കൊണ്ട് ആ വല നിറഞ്ഞിരുന്നു. അത്രയേറെ മത്സ്യമുണ്ടായിരുന്നിട്ടും വല കീറിപ്പോയില്ല. വീഡിയോ കണ്ടു അല്ലേ? എന്താ അതിനകത്ത്? ഈശോ ഈ ശിഷ്യന്മാർ തളർന്ന് അവശരായി കഴിഞ്ഞപ്പം അവരുടെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുവാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? എന്തൊരു സ്നേഹത്തോടു കൂടി ഈശോ ചോദിച്ചതല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, തങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഈശോ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അങ്ങനെ വലയിട്ട് കഴിഞ്ഞപ്പോൾ വല നിറയെ, വല കീറാൻ മാത്രം മത്സ്യം അവർക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അവർ ഈശോയുടെ അടുക്കിലേക്ക്, ഈശോ ആണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ വല നിറയെ മീൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അത് ഈശോയാണെന്ന്. അങ്ങനെ യോഹന്നാൻ ശ്ലീഹ, ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനുള്ളതാണ്. അത് യോഹന്നാൻ ശ്ലീഹായാണ്. പത്രോസിനോട് പറഞ്ഞു അത് ഈശോയാണെന്ന്. ഈശോയാണെന്ന് കേട്ടപ്പം പത്രോസ് നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് എത്ര മീൻ കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം കരയ്ക്ക് എന്നപ്പോൾ അവരെന്താ കണ്ടത്? അപ്പം ചുട്ടുവെച്ചിരിക്കുന്നതും പിന്നെ അതിനുവേണ്ടി തീക്കനലൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു മീൻ കൊണ്ടുവരാൻ പറയുന്നുണ്ടല്ലേ. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് 153 മത്സ്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നു എന്ന്. എത്രയാണ്? 153 മത്സ്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നു എന്ന്. ഈ 153 മത്സ്യങ്ങൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതും നമ്മുടെ സഭയുടെ സാർവത്രികതയെ വ്യക്തമാക്കുവാൻ വേണ്ടിയുള്ളൊരു വചനമാണ്. 153 എണ്ണം എന്നുള്ളതല്ല, അത് പലതരത്തിലുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഇവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. 153 തരം എന്ന് വേണമെങ്കിലും നമുക്കതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇത് സഭയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാർവത്രികതയെ വ്യക്തമാക്കുന്ന വചനഭാഗമാണ്. ഈ 153 മത്സ്യങ്ങൾ ലഭിച്ച വലയെക്കുറിച്ച് ആ ഒരു ഈശോ പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് നോക്കണം, എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നും സത്യത്തിലേക്ക് ആനയിക്കപ്പെടണം എന്നുള്ളതുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നും ഈ സത്യത്തിലേക്ക് എല്ലാവരും ആനയിക്കപ്പെടണം എന്നുള്ളതുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു. കണ്ടോ, ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഒരു മനുഷ്യൻ പോലും, ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോവാതെ എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സഭ ആഗ്രഹിക്കുന്നതും സഭ ഉൾക്കൊള്ളുന്നതും എല്ലാ മനുഷ്യരെയും ഈ രക്ഷയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി സഭയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് സഭയുടെ സാർവത്രികത നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഈ സഭയുടെ സാർവത്രികത എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് എന്താണ്? അതെന്താണ് സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് എന്ന് പറയുന്നത്? ഏറ്റവും ചെറിയ ഘടകം എന്താണ്? കുടുംബം അല്ലേ? കുടുംബമാണ് സഭയുടെ ഏറ്റവും ചെറിയ ഘടകം.
ഈ കുടുംബത്തിൽ പോലും സഭയുടെ സാർവത്രികതയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നോക്കുക, ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭ. കണ്ടോ, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭയെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നോക്കുക, ഈ എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കാൻ വേണ്ടി നിയുക്തയായിരിക്കുന്നവളാണ് സഭ എങ്കിൽ എല്ലാ സംസ്കാരത്തിലും, അതായത് ലോകം മുഴുവനും വിവിധങ്ങളായ സംസ്കാരങ്ങളാണ് ഉള്ളതല്ലേ. വിവിധ പാരമ്പര്യങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ രീതികളുണ്ട്. ഇങ്ങനെ എല്ലാ സംസ്കാരത്തിലും ഉൾപ്പെട്ടിരിക്കുന്നവരെ, അതായത് ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ, ജാതിക്കൊരു വ്യത്യാസമില്ല, മതത്തിന് വ്യത്യാസമില്ല, വർണ്ണത്തിന് നിറത്തിന് വ്യത്യാസമില്ല, അതായത് ഇങ്ങനെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യത്യാസങ്ങളൊന്നും ജാതി മത വർണ്ണ വർഗത്തിനൊന്നും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും സഭ ഉൾക്കൊള്ളുന്നു, എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇങ്ങനെ എല്ലാവരിലേക്കും കടന്നു ചെല്ലുവാനും എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യുവാനും സഭ നിയുക്തയായിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു, എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നു. സഭയുടെ പ്രത്യേകത അതാണ്, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു, എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നു. ഇതാണ് സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്ന വാക്കുകളാണ്. കുറച്ച് വിഷമമേറിയ വാക്കുകളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, പഠിക്കണം, പരീക്ഷയ്ക്ക് അത് വരികയും ചെയ്യും. നോക്കണം, വിശുദ്ധ ജോൺ ഡമഷീൻ സഭയുടെ സാർവത്രികതയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സഭ സാർവത്രികമാണ്, കാരണം ആചാരങ്ങളിലും രീതികളിലും അനേകം വൈവിധ്യങ്ങളുള്ളവരും പല ഭാഷകൾ ഉപയോഗിക്കുന്നവരുമായ അനേകം ജനസമൂഹങ്ങളെ അവൾ ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തെങ്കിലും മനസ്സിലായോ സിസ്റ്റർ ഇപ്പോൾ വായിച്ചത്? കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ? സഭ സാർവത്രികമാണ്. അതിന് കാരണം എന്താണെന്ന് വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നത്, ആ വിവിധ ആചാരങ്ങളിലും രീതികളിലും പിന്നെ അതുപോലെ തന്നെ ആ ഒരു വൈവിധ്യം നിറഞ്ഞവരുമാണെങ്കിൽ പോലും, വിവിധ ആചാരങ്ങളുള്ളവരും വിവിധ രീതികൾ പിന്തുടരുന്നവരുമൊക്കെ അങ്ങനെ വൈവിധ്യമുള്ളവരാണെങ്കിൽ പോലും ഈ ജനസമൂഹങ്ങളെ മുഴുവൻ വ്യത്യസ്തമായ ആചാരങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ജനസമൂഹങ്ങളെ മുഴുവൻ ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതെന്താണ് ഈ ഏകമായ രക്ഷയുടെ വിശ്വാസം? അത് നമ്മൾ പഠിച്ചത് തന്നെ അല്ലേ? ഈശോയാകുന്ന രക്ഷയുടെ വിശ്വാസത്തിലേക്ക്. ഈശോ മാത്രമാണ് ഏകരക്ഷകൻ, ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ നാമമല്ലാതെ? ഈശോയുടെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഏകമായ രക്ഷയുടെ വിശ്വാസത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതാണ് സഭയുടെ സാർവത്രികത എന്ന് പറയുന്നത്. ഏകരക്ഷകനായ ഈശോയിലേക്ക്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് സഭ ആചാരങ്ങളിലും രീതികളിലും വൈവിധ്യമായിരിക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് മാത്രമാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഇരണേവോസ് ഒരു വിശുദ്ധനാണ്. വിശുദ്ധ ഇരണേവോസ് പറയുന്നുണ്ട്, ആചാരങ്ങളിലെ വൈവിധ്യം വിശ്വാസത്തിലെ യോജിപ്പ് ഉറപ്പിക്കുന്നുവെന്ന്. എന്താണ്? ആചാരങ്ങളിലെ വൈവിധ്യം വിശ്വാസത്തിലെ യോജിപ്പ് ഉറപ്പിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായോ? പല ആചാരങ്ങളുണ്ടല്ലേ? നമുക്കറിയാം, നമ്മൾ സഭ ഏകമാണ് എന്ന് പഠിച്ചപ്പം 24 വ്യത്യസ്ത സഭകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. വ്യക്തിസഭകളുണ്ടെന്ന് പഠിച്ചു അല്ലേ? 23 1 ലത്തീൻ സഭ, 23 പൗരസ്ത്യ സഭകൾ, ഇങ്ങനെയൊക്കെ പഠിച്ചു. ഈ ഓരോ സഭയ്ക്കും വ്യത്യസ്തമായ ആചാരങ്ങളുണ്ടല്ലേ? നമ്മുടെ സിറോ മലബാർ സഭയിലുള്ള വിവാഹ രീതി പോലെ തന്നെയാണോ ഈ യാക്കോബായ സഭയിലുള്ളത്, അല്ലെങ്കിൽ ബൈസന്റൈൻ സഭയിലുള്ളത്? അല്ല അല്ലേ? അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അതുപോലെ തന്നെ സിറോ മലബാർ സഭയിലാണെങ്കിൽ പോലും കോട്ടയം രൂപതയിലുള്ളവരുടെ വിവാഹ രീതിയിൽ, ആചാരത്തിൽ വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ ആചാരങ്ങളിൽ വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യമാണ് വിശ്വാസത്തിലെ യോജിപ്പിനെ ഉറപ്പിക്കുന്നതെന്ന്. ഇങ്ങനെ ആചാരങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിലല്ലേ? ഈ ഒരു വിശ്വാസത്തിലെ യോജിപ്പ് നമുക്ക് ഉറപ്പിച്ച് നൽകുകയാണ് ഈ ആചാരങ്ങളിലെ വൈവിധ്യം എന്നുള്ളതാണ് ആര് പറയുന്നത്? വിശുദ്ധ ഇരണേവോസ് പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, മിശിഹായുടെ സഭയുടെ
സൗന്ദര്യത്തിൻ്റെ ഒരു കാരണം ആചാരങ്ങളിലെ വൈവിധ്യമാണ്. സഭയ്ക്കൊരു സൗന്ദര്യമുണ്ടല്ലേ, അത് മുഴുവനും ആചാരങ്ങളിലെ വൈവിധ്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സിസ്റ്റർ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വലിയ പൂന്തോട്ടമൊക്കെ സന്ദർശിച്ചിട്ടില്ലേ? മൈസൂരിലെ വൃന്ദാവനിൽ പോയിട്ടുണ്ടാവും അല്ലേ? അവിടെ ചെല്ലുന്ന പാടെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് മഞ്ഞ നിറത്തിലുള്ള മുഴുവൻ സൂര്യകാന്തി പൂക്കളാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലേ? നമ്മുടെ കണ്ണിന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടാവും. കുറേ സമയമൊന്നും പെട്ടെന്ന് നോക്കുമ്പോൾ സൗന്ദര്യം ഉണ്ടെങ്കിലും കുറേ സമയമൊന്നും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല അല്ലേ? പക്ഷെ അതേസമയം റോസ് കളറിലുള്ള പൂക്കൾ, വെള്ള കളറിലുള്ളത്, മഞ്ഞ, ഓറഞ്ച്, വയലറ്റ്, അങ്ങനെ പല തരത്തിലുള്ള പൂക്കൾ ആ തോട്ടത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്കി ഓരോന്നിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കും അല്ലേ? അങ്ങനെ ആ ഒരു വൃന്ദാവനത്തിൻ്റെ, ആ ഒരു പൂന്തോട്ടത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും നമ്മൾ ആസ്വദിക്കും. ഇതുപോലെ തന്നെയാണ് സഭയിലും ആചാരങ്ങളിൽ വൈവിധ്യമുണ്ട്. പക്ഷേ ഈ ആചാരങ്ങളിലെ വൈവിധ്യമാണ് സഭയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്, കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത് എന്ന് ആര് പറഞ്ഞു? വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു. നോക്കുക, വ്യത്യസ്തമായ സംസ്കാരമുണ്ട്. ഈ വ്യത്യസ്ത സംസ്കാരങ്ങളിലാണ് ഓരോ സഭയും രൂപപ്പെട്ടത്. നമ്മളെപ്പോഴും കാണുന്നതാണ്, സീറോ മലബാർ സഭ ഭാരതത്തിലെ സംസ്കാരത്തിൽ രൂപപ്പെട്ടു. ഭാരതത്തിലെ വിവിധങ്ങളായ സംസ്കാരമാണ് നമ്മുടെ സഭയെ അതായത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഈ ഒരു സംസ്കാരങ്ങളാണ് എന്ന് നമുക്കറിയാം അല്ലേ? ഇതുപോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഓരോ സഭയും രൂപപ്പെട്ടു. പക്ഷേ എല്ലാ സഭകളുടെയും, എല്ലാ വ്യക്തിസഭകളുടെയും വിശ്വാസം ഒന്നാണ്, ദൗത്യം ഒന്നാണ്, ലക്ഷ്യമൊന്നാണ്. വിശ്വാസം ഈശോയാണ്, ലക്ഷ്യം ഈശോയാണ്, ദൗത്യം ഈശോയെ പകർന്നു കൊടുക്കലാണ്. ഇങ്ങനെ ഈ ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ വ്യത്യസ്തത പുലർത്തുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ സഭയ്ക്ക് സൗന്ദര്യമുണ്ടാകുന്നത് എന്നോർക്കുക. ഓരോ സംസ്കാരത്തിനും അനുസൃതമായത്, ഓരോ സംസ്കാരം ഉണ്ടെങ്കിലും ഇതിനൊക്കെ അനുസൃതമായിട്ട് ഈ ഒരു വിശ്വാസത്തിൻ്റെ സത്ത നഷ്ടപ്പെടുത്താതെ സഭ ആചാരങ്ങളിലും ആരാധനയിലും വ്യത്യസ്തത പുലർത്തുന്നു. മനസ്സിലായോ സിസ്റ്റർ പറഞ്ഞത്? ആ വിശ്വാസത്തിൻ്റെ സത്ത, അതായത് ഏകവിശ്വാസമായ ദൈവത്തിലുള്ള, ത്രിത്വേക ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ സത്ത നഷ്ടപ്പെടുത്താതെ വിവിധങ്ങളായ ആചാരങ്ങളും ആരാധനകളും സഭയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നോക്കാം വ്യത്യസ്ത പാരമ്പര്യങ്ങളും സാർവത്രികതയും. ഇപ്പോൾ സംസ്കാരങ്ങളെക്കുറിച്ച് കണ്ടു, അടുത്തത് പാരമ്പര്യത്തെക്കുറിച്ചാണ്. എത്ര പാരമ്പര്യങ്ങളാണ് സഭയിലുള്ളത്? സഭ ഏകമാണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, 2 തരം പാരമ്പര്യമുണ്ടല്ലേ? അത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? 24 വ്യക്തിസഭ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു. ആ മിടുക്കര്, പാശ്ചാത്യ പാരമ്പര്യവുമുണ്ട്, പൗരസ്ത്യ പാരമ്പര്യവുമുണ്ട്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയിൽ പൗരസ്ത്യ പാരമ്പര്യവുമുണ്ട്, പാശ്ചാത്യ പാരമ്പര്യവുമുണ്ട്. ഇനി നോക്കുക, ഇനി മാർപ്പാപ്പ പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ കാതോലികത്വത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനം ഒരു പാരമ്പര്യത്തിൽ കൂടി മാത്രം പ്രകാശിതമാകുന്നതല്ല. സഭയുടെ കാതോലികത്വം, സാർവത്രികതയുടെ പൂർണ്ണമായ പ്രകാശനം ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതല്ല. അതായത് പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭകളുടെയും ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന സാർവത്രിക സഭയുടെ ദൈവനിവേശിതവും അവിഭാജ്യവുമായ പൈതൃകം എല്ലാവരും പൂർണ്ണമായി രുചിച്ചറിയുവാൻ ഇടയാകണം. എന്തെങ്കിലും മനസ്സിലായോ? അതായത് പാശ്ചാത്യ പാരമ്പര്യത്തിലും പൗരസ്ത്യ പാരമ്പര്യത്തിലും സഭയുടെ ദൈവനിവേശിതത്വം, അതായത് സഭയുടെ ദൈവനിവേശിതത്വം അവിഭാജ്യവുമായ പൈതൃകം, സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ഇതെല്ലാവരും, അതായത് ഓരോ പാരമ്പര്യത്തിലുമുള്ള, പാശ്ചാത്യ ഉള്ള പാരമ്പര്യം പൗരസ്ത്യ സഭയിലുള്ളവർ അനുഭവിച്ചറിയണം, പൗരസ്ത്യ സഭയിലുള്ളവർ ഉള്ള പാരമ്പര്യം പാശ്ചാത്യ സഭയിലുള്ളവരും അനുഭവിച്ചറിയണം. എങ്കിൽ മാത്രമേ ഈ സഭയുടെ സാർവത്രികത്വത്തിന് അല്ലെങ്കിൽ കാതോലികത്വത്തിന് ഒരു പൂർണ്ണതയുണ്ടാകൂ എന്നുള്ളതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് സഭയുടെ കാതോലികത പ്രകടമാകുന്നത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. എങ്ങനെയാണ്? സഭയുടെ സാർവത്രികത, നമ്മൾ പഠിക്കുന്നത് മുഴുവനും സഭയുടെ സാർവത്രികത്വത്തെക്കുറിച്ചാണ് അല്ലേ? അതായത് സഭ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, സഭ കാത്തലിക് ആണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് ചോദിച്ചാൽ പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു സാർവത്രികത സംരക്ഷിക്കപ്പെടുന്നത്, അത് പ്രകടമാകുന്നത്.
നോക്കണം, പാശ്ചാത്യവും പൗരസ്ത്യവുമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അവ സ്വീകരിക്കുകയും ചെയ്യണം. നമ്മൾ നോക്കണം, നമ്മുടെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളത്, അത് മാത്രമേ നമ്മൾ പിന്തുടരുകയുള്ളൂ, അങ്ങനെയല്ല. എല്ലാ പാരമ്പര്യങ്ങളും, 2 പാരമ്പര്യങ്ങളും സഭയിലുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സഭയുടെ, അതായത് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ പാശ്ചാത്യ സഭയിലുള്ളവർ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു. പക്ഷേ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ സഭയുടെ സാർവത്രികത പ്രകടമാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി അടുത്തത് നോക്കുക, സാർവത്രിക സൂനകദോസുകൾ. എന്താണ് സാർവത്രിക സൂനകദോസുകൾ? സാർവത്രിക സൂനകദോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അതായത് മെത്രാന്മാരുടെ കൂട്ടായ്മയെക്കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചു. ഈ മെത്രാന്മാരുടെ കൂട്ടായ്മ പ്രകടമാകുന്നത്, ഏറ്റവും അധികമായി പ്രകടമാകുന്നത് സൂനകദോസുകളിലാണെന്ന് പഠിച്ചു അല്ലേ. നമുക്ക് നോക്കാം, ഈ സൂനകദോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒന്ന് നമുക്ക് നോക്കാം. സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെ വിശ്വാസികൾക്ക് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനും സഭാ നവീകരണം സാധ്യമാകുന്നതിനും അതാത് കാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമാണ് സൂനകദോസുകൾ കൂടുന്നത്. നോക്കുക, സഭയിലുണ്ടാകുന്ന വിശ്വാസ സംബന്ധമായ വിശ്വാസ രഹസ്യങ്ങളെ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് വിശ്വാസ രഹസ്യങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സഭയിൽ ഒരു നവീകരണങ്ങൾ ഉണ്ടാകുന്നു, അത് സാധ്യമാകണം. അതുമാത്രമല്ല, കാലാകാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാർവത്രിക സൂനകദോസുകൾ കൂടുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ആരൊക്കെയാണ്? മാർപ്പാപ്പായും മെത്രാന്മാരും അല്ലേ. ഇവരുടെ സംഘാതാത്മകത പ്രകടമാകുന്ന ഒന്നാണ്. നോക്കുക, സഭയിൽ ഇന്നോളം 21 സാർവത്രിക സൂനകദോസുകളാണ് നടന്നിട്ടുള്ളത്. 21 സാർവത്രിക സൂനകദോസുകളാണ് സഭയിൽ നടന്നിട്ടുള്ളത്. ആദ്യത്തെ സൂനകദോസ് ഏതാണെന്നറിയാമോ? ആദ്യത്തെ സൂനകദോസ് അറിയില്ല അല്ലേ. അത് ജെറുസലേം സൂനകദോസാണ്. അത് വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ജെറുസലേം സൂനകദോസ് നടന്നിട്ടുള്ളത്. അതിനൊരു വിഷയമുണ്ടായിരുന്നു. സഭയിൽ ആ സമയത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നല്ലേ നമ്മൾ കണ്ടത്, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ലേ നമ്മൾ കണ്ടത്. അന്നുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, യഹൂദരല്ലാത്തവരെ ക്രൈസ്തവ സഭയിലേക്ക് സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഒരു സൂനകദോസ് വിളിച്ചുകൂട്ടി. അത് അപ്പസ്തോലന്മാരെല്ലാവരും സഭയിലെ നേതാക്കന്മാരെല്ലാവരും ചേർന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്തത്. യഹൂദരല്ലാത്തവർ ക്രൈസ്തവ സഭയിലേക്ക്, കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ് ചെയ്തത്. ഇനി ഏറ്റവും അവസാനം നടന്ന സൂനകദോസ് ഏതാണെന്നറിയാമോ? നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവും, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സൂനകദോസ. ഏതാണ്? രണ്ടാം വത്തിക്കാൻ സൂനകദോസ് അല്ലേ. രണ്ടാം വത്തിക്കാൻ സൂനകദോസാണ് സഭയിൽ ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ളത്. അന്ന് രണ്ടാം വത്തിക്കാൻ സൂനകദോസോടുകൂടി സഭയിലെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. സഭയിൽ വലിയൊരു നവീകരണം സാധ്യമായ സൂനകദോസാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസ്. ഇത്രയും കാര്യങ്ങളാണ് സഭ സാർവത്രികമാണെന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. സകല ജനങ്ങൾക്കും രക്ഷയുടെ അടയാളമാണ് സഭ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 4 ചാപ്റ്റേഴ്സിനെയും കൂടി സിസ്റ്റർ ഒന്ന് ക്രോഡീകരിക്കട്ടെ. സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്. ഓരോ പോയിന്റിൽ നമുക്ക് നോക്കാം. സഭ ഏകമാണെന്ന് പറയുമ്പോൾ മിശിഹായിൽ സ്ഥാപിക്കപ്പെട്ട സഭ, വ്യത്യസ്ത വ്യക്തിസഭകളുണ്ട്, പക്ഷേ ഇതെല്ലാം മിശിഹായാകുന്ന ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന പല അവയവങ്ങളാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് സഭ ഏകമാണെന്ന് പറയുന്നത്. സഭ പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ സഭ സ്ഥാപിച്ചത് ഈശോയാണ്, പരിശുദ്ധനായ ഈശോയാണ് സഭ സ്ഥാപിച്ചത്. ഒപ്പം ദൈവത്തിന് വേണ്ടിയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. ശ്ലൈഹികമാണെന്ന് പറയുമ്പോൾ ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ, ഇങ്ങനെ സഭയിലൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ളത്. സഭ കാതോലികം സാർവത്രികമാണെന്ന് പറയുമ്പോൾ സഭ യൂണിവേഴ്സലാണ്, അതായത് സഭ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ജോൺ ഡമഷ്യൻ പറഞ്ഞ വാക്കുകൾ എന്തുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സാർവത്രിക സൂനകദോസിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. എന്താണ്? ആ വിശ്വാസബന്ധമായ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ, സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, സഭയിൽ നവീകരണം സാധ്യമാകാൻ വേണ്ടി അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കണ്ടതോടുകൂടി സഭയുടെ
സവിശേഷതകളെക്കുറിച്ച് നമ്മൾ കണ്ടു, മനസ്സിലാക്കി. നമുക്ക് നോക്കാം. നമുക്ക് ഇത്രയും ഭാഗം പഠിച്ചപ്പോൾ നമുക്കൊരു വചനം വായിക്കണം. ഈ ഒരു പാഠഭാഗം മുഴുവൻ പഠിച്ചപ്പം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32 മുതൽ 5-ാം അധ്യായം 11 വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കണം. സഭയുടെ യൂണിവേഴ്സലാണ് എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വചനം നമുക്ക് കാണാതെ പഠിക്കാം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്താണ്? പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ വചനമാണ്. ഇത് കാണാതെ പഠിക്കാം. ജെറുസലേമിൽ ആരംഭിച്ച സഭ ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് അമ്മയും സഭയെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? സഭയുടെ ലക്ഷണങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു. അവയെല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സഭയുടെ വിശ്വസ്ത സാക്ഷികളാകുവാൻ നമുക്ക് ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാം. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. സഭയെ സ്നേഹിക്കുവാനും സഭയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈശോയെ അങ്ങയെ പ്രഘോഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.